എൻ്റെ പേര് ജിബിൻ ജോസ്. ഞാൻ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു യൂറോപ്പ് എന്നുള്ളത്. ഇപ്പോൾ ആ സ്വപ്നത്തിന് വിരാമമായി. ഞാനിപ്പോൾ സ്റ്റിൽ യൂറോപ്പിലാണുള്ളത്. എന്നെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് മല്ലു ട്രക്കേഴ്സ് ലൈഫ് മിനു മാണിയിലാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര നന്ദിയുണ്ട് മിനുവിനോട്. കാരണം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരുപാട് ഏജൻസി വഴി കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഏജൻസി അന്വേഷിച്ച് കാശ് കൊടുക്കുന്ന വക്ക് വരെ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ആ ഏജൻസി ഫേക്ക് ആണെന്ന്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇഷ്ടം പോലെ പറ്റിപ്പീര് നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഒരുപാട് ജോബ് വേക്കൻസികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് എന്തോ ഒരു ബുദ്ധി തോന്നി ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഫേക്ക് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ കാശ് പോയില്ല. എന്തായാലും എന്നെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് മിനു ആണ്. ഒരുപാട് നന്ദിയുണ്ട് മിനുവിനോട്. എന്തായാലും കാശൊന്നും പോവാതെ കറക്റ്റായിട്ട് ഞാനിവിടെ എത്തി. ജോലിക്ക് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തിൻ്റെ അടുത്തായി. ഞാനൊരു കുറച്ച് നാൾ റൂമിലിരുന്നായിരുന്നു. നമുക്ക് പേപ്പർ വർക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കമ്പനി കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 20 ദിവസത്തിൻ്റെ അടുത്തായി. നമുക്ക് വർക്ക് എന്ന് പറയുന്നത് സ്പെയിന്, ബെൽജിയം, ഫ്രാൻസ്, നെതർലാൻഡ് ഇതൊക്കെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളും. സുഖകരമായ പണിയാണ്. കാരണം നല്ല വണ്ടിയാണ് ഓടിക്കുക. നാട്ടിലത്തെ പോലെ നമ്മൾ മരിച്ച് പണിയേണ്ട ആവശ്യമില്ല. നല്ല വണ്ടി, നല്ല ലൈഫ് സ്റ്റൈൽ, നല്ല നാട്, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനുവിനോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അത്രയും കഷ്ടപ്പെട്ടായിരുന്നു നാട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഏജൻസി വഴി വന്നിട്ട് നമുക്ക് റീസെൻ്റ്ലി ഞാൻ ഈ അടുത്തിടയ്ക്ക് കേണ്ട 2 പേര് നാട്ടിൽ നിന്ന് വന്നായിരുന്നു ഏജൻസി വഴി വന്നിട്ട്. അവർ എയർപോർട്ടിൽ ഏജൻസി കമ്പനി വണ്ടിയൊക്കെ അയക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അവിടെ വന്നിട്ട് അവർ എയർപോർട്ടിൽ നിൽക്കേണ്ടി വന്നു. ലാസ്റ്റ് മിനുവിനെ വിളിച്ചു. മിനു റൂമിലേക്ക് അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഏജൻസി വഴി വന്നവരാണത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് കമ്പനി പൊക്കോളാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. കമ്പനീൻ്റെ റിവേഴ്സും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അത് ഫെയിലായിപ്പോയി. കമ്പനി പറഞ്ഞു നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോവും, നമ്മുടെ TRP ക്യാൻസലാവും, ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് വിളിക്കുന്നത് മിനുവിനോടാണ്. കാരണം മിനു ഓൾറെഡി ഇവിടെ 4 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടംമാതിരി കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുറേ പേര് അവനെ വിളിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് അനുഭവിച്ചിട്ട് ഇങ്ങനെ കമ്പനിയിലൊന്ന് ഫെയിലായിപ്പോയി, എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അത്രയൊക്കെ കുറച്ച് റിസ്ക്കാണ്. എനിക്ക് പോലും കുറച്ച് റിസ്ക് ആയിരുന്നു. എനിക്കിവിടെ വന്നിട്ട് 4 ദിവസത്തെ ക്ലാസ് തന്നു. എനിക്ക് മാർക്ക് കുറവായിരുന്നു ആ ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് കമ്പനി കയറാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ മിനുവിൻ്റെ ഇടപെടൽ കാരണം ഞാനിപ്പോൾ കമ്പനി കയറി. കാരണം മാർക്ക് കുറഞ്ഞിട്ടും പോലും അവരെന്നെ കമ്പനി കയറ്റി. അത് മിനുവിൻ്റെ ഒരു ഇടപെടൽ കാരണം കൊണ്ടാണ്. കാരണം അവൻ്റെ ഈ കോണ്ടാക്റ്റും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവൻ എനിക്ക് ചെയ്തു തന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അതിന്. കാരണം എന്തായാലും ഗൾഫ് പോണേക്കാട്ടിലും ഞാൻ ആദ്യം വിചാരിച്ച് ഗൾഫിൽ പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടത്തെക്കാട്ടിലും ഏറ്റവും നല്ല സുഖകരമായ അവസ്ഥ ഇവിടെ തന്നെയാണ്, യൂറോപ്പിലാണ്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഏജൻസി വഴി വരുന്നവർക്ക് ഏജൻസി വഴി വരാം, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് നോക്കി കണ്ടറിഞ്ഞ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പലതാണ്. അത് നമ്മൾ അനുഭവിച്ചാലേ അറിയുള്ളൂ. നമ്മൾ കുറേ അനുഭവിച്ചാണ്. ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഈ മിനു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ലേറ്റ് ആവാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ സാധാ ഹെവി എക്സ്പീരിയൻസേ ഉള്ളൂ. ട്രെയിലർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, നീ ഒരു 1.5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരെ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുത്തു, വണ്ടി നാട്ടിൽ ഓടിക്കാൻ പഠിച്ചു. എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ നമുക്ക് നാട്ടിലത്തെ പോലെയല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ തരണം ചെയ്തിപ്പോൾ വണ്ടിയിലാണുള്ളത്. സ്റ്റിൽ ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയത്താണുള്ളത്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു.
എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മല്ലു ട്രക്കേഴ്സിന്. ഈ മല്ലു ട്രക്കേഴ്സ് കാരണമാണ് ഞാനിവിടെ വന്നത്, മിനു കാരണമാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എൻ്റെ പേരിലും എൻ്റെ കുടുംബപരമായ പേരിലും ഞാൻ മിനുവിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.